ഭഗവതേ വാസുദേവായ. ഫലാഭിലാഷ പ്രവർത്തനങ്ങളും ഊഹാപോഹപരമായ അറിവും ആരെയും സ്വതന്ത്രമായി മോചിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ കർമ്മത്തിൽ നിന്നും ജ്ഞാനത്തിൽ നിന്നും സ്വതന്ത്രമായ ഭക്തി സേവനം വളരെ ശക്തമാണ്. കർമ്മത്തിൽ നിന്നും ജ്ഞാനത്തിൽ നിന്നും സ്വതന്ത്രമായ ഭക്തി സേവനം കൃഷ്ണന്റെ പാദങ്ങളിൽ മനസ്സ് ഉറപ്പിച്ചിരിക്കുന്ന ഒരാൾക്ക് സ്വപ്നങ്ങളിൽ പോലും യമരാജന്റെ ക്രമവാഹകരമായ യമദൂതന്മാരെ കണ്ടുമുട്ടാൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. ഭക്തിയുടെ ശക്തി തെളിയിക്കുന്നതിനായി ശുകദേവ ഗോസ്വാമി അജാമിളന്റെ ചരിത്രം വിവരിച്ചു. ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരിൽ ജനിക്കും. പ്രേതങ്ങളെ ആത്മാക്കളെയും ആരാധിക്കുന്നവർ അത്തരം ജീവികളിൽ ജനിക്കും. പൂർവികരെ ആരാധിക്കുന്നവർ പൂർവികരുടെ അടുക്കിലേക്ക് പോകുന്നു. എന്നെ ആരാധിക്കുന്നവർ എന്നോടൊപ്പം വസിക്കും. പ്രകൃതിയുടെ വിവിധ ഗുണങ്ങളുടെ സ്വാധീനം കാരണം ജീവജാലങ്ങൾക്ക് വിവിധ പ്രവണതകളോ ഉണ്ട്. അതിനാൽ അവ വിവിധ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ യോഗ്യമാണ്. ഒരാൾ ഭൗതികമായി ആസക്തനായിരിക്കുന്നിടത്തോളം ഭൗതിക ലോകത്തോടുള്ള ആകർഷണം കാരണം അയാൾ സ്വർഗീയ ഗ്രഹങ്ങളിലേക്ക് ഉയർത്തപ്പെടാൻ ആഗ്രഹിക്കുന്നു. എന്നിരുന്നാലും പരമപുരുഷനായ ഭഗവാൻ പറയുന്നു, എന്നെ ആരാധിക്കുന്നവർ എൻ്റെ അടുക്കൽ വരുന്നു. പരമാത്മാവിനെക്കുറിച്ചും അവൻ്റെ വാസസ്ഥലത്തെക്കുറിച്ചും ഒരാൾക്ക് ഒരു വിവരവുമില്ല. അയാൾ ഉയർന്ന ഭൗതിക സ്ഥാനത്തേക്ക് മാത്രമേ ഉയർത്തപ്പെടാൻ ശ്രമിക്കുന്നുള്ളൂ. എന്നാൽ ഈ ഭൗതിക ലോകത്ത് ആവർത്തിച്ചുള്ള ജനന മരണമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് ഒരാൾ നിഗമനം ചെയ്യുമ്പോൾ അവൻ വീട്ടിലേക്ക്, ദൈവത്തിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നു. ആ ലക്ഷ്യത്തിലെത്തിയാൽ അയാൾക്ക് ഒരിക്കലും ഈ ഭൗതിക ലോകത്തേക്ക് മടങ്ങേണ്ടി വരില്ല. അവരുടെ കർമ്മമനുസരിച്ച് എല്ലാ ജീവജാലങ്ങളും പ്രപഞ്ചം മുഴുവൻ അലഞ്ഞു നടക്കുന്നു. അവരിൽ ചിലർ ഉയർന്ന ഗ്രഹവ്യവസ്ഥകളിലേക്ക് ഉയർത്തപ്പെടുന്നു. ചിലർ താഴ്ന്ന ഗ്രഹവ്യവസ്ഥയിലേക്കും താഴ്ന്നു പോകുന്നു. ദശലക്ഷക്കണക്കിന് അലഞ്ഞു തിരിയുന്ന ജീവജാലങ്ങളിൽ ഭാഗ്യവാനായ ഒരാൾക്ക് കൃഷ്ണന്റെ കൃപയാൽ ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവായി സഹവസിക്കാനുള്ള അവസരം ലഭിക്കുന്നു. കൃഷ്ണന്റെയും ആത്മീയ ഗുരുവിൻ്റെയും കാരുണ്യത്താൽ അത്തരമൊരു വ്യക്തിക്ക് ഭക്തി സേവനത്തിന്റെ വള്ളിയുടെ വിത്ത് ലഭിക്കുന്നു. എല്ലാ ജീവജാലങ്ങളും പ്രപഞ്ചത്തിലുടനീളം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഉയർന്ന ഗ്രഹവ്യവസ്ഥകളിലേക്കും ചിലപ്പോൾ താഴ്ന്ന ഗ്രഹങ്ങളിലേക്കും പോകുന്നു. ഇതാണ് ഭൗതിക രോഗം. ഇതിനെ പ്രവൃത്തി മാർഗം എന്നറിയപ്പെടുന്നു. ഒരാൾ ബുദ്ധിമാനാകുമ്പോൾ അവൻ നിവൃത്തി മാർഗത്തിലേക്ക്, മോചനത്തിന്റെ പാതയിലേക്ക് പോകുന്നു. അങ്ങനെ ഈ ഭൗതിക ലോകത്തിനുള്ളിൽ കറങ്ങുന്നതിനു പകരം അവൻ വീട്ടിലേക്ക്, ദൈവത്തിലേക്ക് തന്നെ മടങ്ങുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.